സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് വലിയ ടെൻഷൻ. എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, എല്ലാം ചീത്ത വിളിക്കുന്നതാണ്. നമുക്ക് സിനിമയിൽ അഭിനയിച്ചപ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ഇഫ് എന്റെ ഒരു ലക്കി മാസ്കറ്റ് ആണ്. സന്തോഷം. ഇതൊക്കെ ഈ ന്യൂ ജനറേഷൻ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്നത് അത് നല്ല ലക്ഷണങ്ങളാണ്. പിന്നെ കല്യാണത്തിന് മഴ പെയ്യുന്ന പോലെ ആസിഫിന്റെ കല്യാണത്തിന് മഴ പെയ്യുന്നു, അതുപോലെ ഇതൊരു നല്ല ലക്ഷണമായിട്ട് കണക്കാക്കാം. പിന്നെ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ, അത് വളരെ കാര്യമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ച് വളരെ ഫിലോസഫിക്കലായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷനിലാണ്. ആഡം ദ ഫസ്റ്റ് ഹ്യൂമൻ ഇമാജിനേഷൻ ആയിരിക്കാം നമ്മൾ ഈ ലോകം, നമ്മളിപ്പോൾ ഇരിക്കുന്നത്, നമ്മൾ ഈ ആസ്വദിക്കുന്നതും ആനന്ദിക്കുന്നതും സങ്കടപ്പെടുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ ഈ ലോകം ആദമിന്റെ സങ്കല്പ അല്ലെങ്കിൽ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു ലോകമായിരിക്കും. ഇത് ഈ സിനിമയും ഈ സിനിമയുടെ പുതിയ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്ന പുതിയ ആളുകൾ. ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് വലിയ ടെൻഷൻ. എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, എല്ലാം ചീത്ത വിളിക്കുന്നതാണ്. അപ്പൊ ഞാൻ 80s പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ 80s ആൾക്കാരാണോ? ഞാൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്ന ആളാണ്. എന്റെ ശരീരമായിട്ടൊരു ലിങ്ക്ഡാണ്. അതിലൊരു പുതിയ സിനിമയിലെ നടന്മാരും അടിമാരും പ്രൊഡ്യൂസേഴ്സുണ്ട്. കൊണ്ടുവന്നു ജാക്കോ ബോവൻ, സംവിധായകര്, അങ്ങനെ എല്ലാവരും നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിർമ്മാതാവ് എന്നൊരു വേറെ ആളെ കാണാതെ നിർമ്മാണ രംഗത്ത് കൂടി ഒരു ഭാഗമാകാൻ, നിർമ്മാണത്തിന്റെ ഒരു ഭാഗമാകാൻ നമ്മുടെ കലാകാരന്മാർ ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം നിർമ്മാതാവ് എന്ന് പറഞ്ഞ് വേറൊരാളെ കാണുകയും അയാൾക്ക് വേണ്ടി സിനിമ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആർക്കു വേണ്ടി പണിയെടുക്കുന്ന പോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒരുപക്ഷെ അത് ബാധിക്കും. സിബിയെ പോലുള്ള ആളുകൾ തോന്നിയിട്ടുണ്ട്. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നമുക്കിഷ്ടമുള്ളത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ നിർമ്മാതാക്കളാകുന്നതാണ്. നമുക്കിഷ്ടമുള്ള നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചുള്ള ആഡംസ് ഇമാജിനേഷൻസ് അല്ലേ. ഒരുപാട് നടന്മാര് നിർമ്മാതാക്കളായിട്ടുണ്ട്. ഞാനും കൈവള്ളിയിട്ടുള്ള ആളാണ്. അതിലെന്താ ഓരോരുത്തർ അനുഭവിച്ചറിയട്ടെ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നമുക്കൊക്കെ ആസിഫ് അലി ഒരു നല്ല നിർമ്മാതാവും ആദ്യ സംരംഭം വിജയമാകണമെന്ന് ആഗ്രഹിച്ചു വന്നവരാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഈ സിനിമയുടെ വിജയമുണ്ടാകും. വിജയത്തെപ്പറ്റിയുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകും. ഒരു നല്ല സായാഹ്നം എല്ലാവർക്കും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇന്നലെ ആയിരുന്നു. താങ്ക് യു. ശരിക്കും ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇതൊരു ഫാമിലി ഫംഗ്ഷനായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ എൻ്റെ കുടുംബം എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും എൻ്റെ കുടുംബമാണ്. സിനിമയുടെ നല്ല ജീവിതത്തിൽ തന്നെ ഒരു വലിയ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ്. അതിന് ആദ്യം തന്നെ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളോട് ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് ഇതിനുള്ളൊരു ധൈര്യം തന്നതും എനിക്ക് എല്ലാ സപ്പോർട്ട് തന്നതും എൻ്റെ 2 സുഹൃത്തുക്കളാണ്, സജിനും പ്രജീഷും. ഒരുപാട് നന്ദിയുണ്ട്. സിനിമ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സിനിമയിൽ വന്നതാണ്. സിനിമയിൽ നിലനിൽക്കാൻ പറ്റിയതിലും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ എന്നുള്ളൊരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ പറ്റിയതിലൊക്കെ ശരിക്കും സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ഒന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും പേഴ്സണലി സംസാരിക്കാം. ഇപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ഇത്രയും നേരം നിന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഇവിടെ ഒരുപാട് പേര് മമ്മൂക്കനെ നേരിട്ട് കാണാൻ വന്നവരാണ്. മമ്മൂക്ക ഒരുപാട് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. അതിനൊക്കെ ഒരുപാട് നന്ദി മമ്മൂക്ക. ഓക്കെ, വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു സിനിമയിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു ബ്രേക്ക് എന്ന സിനിമയാണ് ട്രാഫിക്. അതിലാണ് ആദ്യമായിട്ട് ആസിഫിന്റെ കൂടെ അഭിനയിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീടുള്ള ഒരു ഏകദേശം 5ഓളം സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അതിൽ മിക്കതും
വിജയങ്ങളായിരുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ഇഫ് എൻ്റെ ഒരു ലക്കി മാസ്കറ്റാണ്. അപ്പൊ അത് ഇപ്പോൾ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, രാജാമേട്ട് യാഹു. അപ്പൊ അതിലും ആ ഒരു ഭാഗ്യം ഈശ്വരൻ അനുഗ്രഹിച്ച് തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കോഹിനൂറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സംവിധായകൻ വിനയ്, പിന്നെ ആസിഫ്, അതുപോലെ നാജു, ഒരുപാട് ആൾക്കാർ, ചെമ്മൻ, വിനോദ്, ഇന്ദ്രജിത്ത്, ഒരുപാട് ആൾക്കാർ. പക്ഷെ ഇതിന്റെ പ്രൊഡക്ഷൻ ആസിഫ് ഏറ്റെടുക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇവരൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് വളർന്നത് എന്നുള്ളൊരു സങ്കോചം, ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അത് മാറിക്കിട്ടി. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയങ്കനായ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ലൊക്കേഷനിലെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇവൻ മമ്മൂക്കയുടെ ഒരു മാസ്ക് കൊണ്ടിങ്ങനെ നിൽക്കണം. ഞാൻ ചോദിച്ചു, എന്താ പരിപാടി? മമ്മൂക്കയുടെ ബർത്ത്ഡേ വിഷയം. ആ ശരി, അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? ഒരു സംഭവം ഉണ്ടോ, ചാക്കോച്ചന്റെ കൂടെ നിൽക്കുമോ? നിൽക്കാം. അപ്പൊ ആദ്യമേ മമ്മൂക്കയുടെ ഒരു മാസ്ക് വെച്ചപ്പോൾ അവിടെ നിർത്തിയിട്ട് ഇവൻ സംഭവം പറഞ്ഞു, മലയാള സിനിമയുടെ കോഹിനൂറിന് അവനെ ഇങ്ങനെ നോക്കി, രാജമ്മയുടെ യാഹുവിന്റെ ബർത്ത്ഡേ ജന്മദിന ആശംസ. ഈ കോഹിനൂർ എന്നുള്ളത് ഇതിന്റെ കൂടെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവനൊരു നല്ലൊരു ബിസിനസ് അക്യൂമൻ ഉള്ള ആളാണ്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു കലാകാരനും ഒരു ബിസിനസ്സുകാരനും കൂടെ ആയാൽ മാത്രമേ സിനിമയിൽ ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ, സിനിമ വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എല്ലാ രീതിയിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിലും ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിലും ഒരു നല്ല നിർമ്മാതാവ് എന്നുള്ള നിലയിലേക്കും ആസിഫ് ഇനിയും ഉയരങ്ങൾ കാണട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ ഒരു പുതിയ സംരംഭത്തിന് ആസിഫിൻ്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭത്തിൻ്റെ ഈ ഉദ്ഘാടന വേളയിൽ ഇവിടെ സന്നിഹിതനാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അവരുടെ ആദ്യത്തെ ഈ സിനിമയ്ക്ക് കോഹിനൂർ എന്ന് പറയുന്ന അവരുടെ പുതിയ ആദ്യത്തെ പ്രോജക്റ്റിനും എല്ലാ വിജയാശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ഇത്രയും പേരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. മമ്മൂക്കെ കാണാൻ പറ്റും, ഇവിടെ എത്തിയ എല്ലാ സ്റ്റാർസിനെയും കാണാൻ പറ്റിയാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് കമേഴ്ഷ്യൽ മൂവിയാണ്. ഇത് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ഈ നിൽക്കുന്ന ഡയറക്ടർ സാറാണ്. ഭയങ്കര പേഷ്യൻ്റ് ആണ്. ഞാൻ എത്ര റീടേക്സ് പറഞ്ഞാലും കുഴപ്പമില്ല, യു ക്യാൻ ഡു ഇറ്റ്. വിശപ്പിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അതൊഴിച്ചാൽ ഭയങ്കര സഹനശക്തിയുള്ളൊരു ഡയറക്ടറാണ്. താങ്ക്സ് ടു വിനയ് ഗോവിന്ദ് സർ. പിന്നെ എൻ്റെ കോസ്റ്റാർ അസിക്കനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എന്നെ കൊണ്ട് കുറെ പാടുപെട്ടിട്ടുണ്ടായിരുന്നു, സോറി ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് അവസരം തന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടർ അസിക്ക, പിന്നെ എല്ലാ റൈറ്റേഴ്സ്, എവ്രിബഡി, താങ്ക് യു. താങ്ക്സ് അലോട്ട്. എല്ലാവർക്കും ഈ അവസരം ഞാൻ നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യും എന്ന് എൻ്റെ വീട്ടുകാർക്കും എനിക്കും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. തീർച്ചയായിട്ടും സിനിമയിൽ വരാനും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടുമെന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഒരു 6 വർഷം പോയി. അത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സിബി സാർ ഈ ചടങ്ങിൽ വന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. 3 സിനിമകൾ സാറിൻ്റെ കൂടെ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ സാറിൻ്റെ കൂടെയാണ് പഠിച്ചത്. ഒരു ഗുരുസ്ഥാനത്താണ് ഞാൻ കാണുന്നത്. പിന്നെ മമ്മൂക്ക, ഞാൻ സിനിമ കാണുന്ന കാലം മുതൽ ഞാൻ നിങ്ങളുടെ ഫാനാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും മമ്മൂക്കയുടെ ഫാനാണ്. ഞാൻ ഇന്ന് ഈ ഫംഗ്ഷന്റെ കാര്യം ഞാൻ മമ്മൂക്കാനെ വിളിച്ച് പറഞ്ഞത്, ശരിക്കും മമ്മൂക്കൊക്കെ തൃശ്ശൂരായിരുന്നു ഷൂട്ട്. ആ ഷൂട്ട് ക്യാൻസൽ ചെയ്തിട്ടാണ് മമ്മൂക്ക ഇന്ന് ഇവിടെ വന്നത്. അതിനൊരുപാട് നന്ദിയുണ്ട്. ശരിക്കും ഇവിടെ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷനാണ്. ഞാൻ മമ്മൂക്കനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ മമ്മൂക്കടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. മമ്മൂക്ക സിനിമയിൽ അഭിനയിച്ചപ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു, വീട്ടുകാർ എന്ത് പറഞ്ഞു, അവർ സപ്പോർട്ട് ചെയ്തു. അന്ന് മുതൽ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ മമ്മൂക്ക ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും മമ്മൂക്ക അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതാണെങ്കിലും എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചാക്കോച്ചൻ പറഞ്ഞ പോലെ ചാക്കോച്ചൻ്റെ കൂടെ ഒരുപാട് സിനിമ ഞാൻ ചെയ്തു. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്നലെ കോഴിക്കോട് നിന്ന് സിനിമ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. പിന്നെ
പ്രൊഫസർ ലിജു ചേട്ടൻ, ചാച്ചു ഞങ്ങൾ സപ്തമശ്രീ ചെയ്യുമ്പോൾ ചാച്ചു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു വലിയ വലിയ നിലയിൽ നീ എത്തണം സിനിമയിൽ. ഒരുപാട് അനുഗ്രഹം ചാച്ചുവും ചാച്ചുവിൻ്റെ അമ്മയും എല്ലാവരും എന്നെ ഒരു കുടുംബാംഗം പോലെ കണ്ടിട്ടുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്. കാര്യം ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു അവസരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എത്തിയ ഓരോരുത്തർക്കും എൻ്റെ എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന ഈ അവസരം നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ഞാൻ ഇതിൽ കൂടുതൽ സംസാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. താങ്ക് യു. Asif, congrats on your dream come true and your team of Kohinoor. എല്ലാവർക്കും അതിൽ എനിക്ക് ഒരു ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ദിസ് ഇസ് പ്രോബ്ലി ദി മോസ്റ്റ് കോംപ്ലെക്സ് സോങ് ദറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഹരിയുടെ മനോഹരമായിട്ടുള്ള വരികൾക്ക് നല്ലൊരു ട്യൂൺ ദറ്റ് യു ഗിവൻ മീ ടു സിംഗ്. സോ ഹേമന്തമിൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂനീ, പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ. കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോടുന്ന നിൻ വാക്കുപോലെ അതിലോ അനുരാഗം മാറിയ